ഈ ദൃശ്യങ്ങൾ പാലക്കാട് SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതിൻ്റെതാണ്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടൊക്കെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് തുടങ്ങിയത്. SP ഓഫീസിലേക്കായിരുന്നു മാർച്ച്. പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച് മുന്നേറാൻ ശ്രമിച്ച ഘട്ടത്തിലാണ് പോലീസ് നടപടി തുടങ്ങിയത്. പോലീസ് ലാത്തി വീശിയിട്ടുണ്ട്. പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. നിഖിൽ, പ്രവർത്തകർക്ക് പരിക്കേറ്റോ? ലാത്തി ചാർജ് എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നോ അവിടെ? വിജയകുമാർ, SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അതിന്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഈ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് സംഘം ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ പ്രവർത്തകരെ അകാരണമായി പോലീസ് മർദ്ദിച്ചു എന്നായിരുന്നു അവരുടെ ആരോപണം. ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുമ്പോഴും അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ ചെറുത്തുനിൽപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമായും ഈ PV അൻവർ MLA ഉന്നയിച്ച ആരോപണം, ആ ആരോപണത്തിന്മേലാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, പോലീസ് ക്രിമിനലുകളെ പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നത്. ആ മാർച്ച് അവർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ നിന്ന് പോലീസ് നീക്കിയിരിക്കുകയാണ്. കാര്യമായ ചെറുത്തുനിൽപ്പ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് സേന കൂടുതലുണ്ടായിരുന്നതിനാൽ, ആളുകൾ കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നതിനാൽ തുടക്കത്തിൽ തന്നെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രവർത്തകരെ പൂർണ്ണമായി ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. വിജയകുമാർ. യെസ്, PV അൻവറിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ്. കാസർഗോഡും പാലക്കാടും SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചു.